അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിന്നൊരു വീടിൻ്റെ വാർപ്പിൻ്റെ ഒരു വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ വാർപ്പ് ഇതാ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മുടെ ബ്രദറിൻ്റെ ഒരു വീടാണ്. ബ്രദറിൻ്റെ ഇപ്പോൾ താമസിക്കുന്ന വീട് ഇപ്പുറത്തെ വീടാണ്. ഇത് പുതിയൊരു വീട് ഇപ്പുറത്ത് കെട്ടുകയാണ്. ഇത് വിൽക്കാനുള്ള വീടാണ് കേട്ടോ, ശല്യമുള്ള വീടാണ്. അപ്പോൾ ഇതിൻ്റെ പ്ലാനും പിന്നെ ഇതിൻ്റെ പ്ലാനിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് വർക്കുകളൊക്കെ ആണ് കാണിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കാണാം, വാർപ്പ് കാണും. അപ്പോൾ ഇന്ന് ചുമ്മാ ഇരുന്നപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇന്നത് വാർപ്പിൻ്റെ വിശേഷങ്ങളാണ്. ഓക്കെ, അതെ, നമ്മളെ ഇതൊക്കെ ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. മിക്സർ മെഷീൻ വാർപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒക്കെ അന്യ സംസ്ഥാന തൊഴിലാളികളാണ്. ഇവിടെ സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. भैया क्या नाम है? जाहिर। जाहिर 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 किधर से? कलकत्ता। कलकत्ता। बंगाली बंगाली पूरा बंगाली पूरा कलकत्ता से पूरा मलयालम बंगाली है। ये ബംഗാളി മിക്സ്. അപ്പോൾ ഇവിടെ നമുക്ക് താഴത്തെ നിലയിൽ ഇവിടെ ഇലക്ട്രിക്കൽ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പടാപ്പട്ടാണ്, എല്ലാം പടപടപടേന്ന് പണിയാണ്. മുകളിൽ വാർക്കുമ്പോഴേക്കും താഴെ നമ്മളതിൻ്റെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ ഒരു പർഗോള ആണ് കേട്ടോ. പർഗോളയ്ക്കുള്ള എന്താണ് ലൈറ്റ് കണക്ഷൻ. അപ്പോൾ ഇത് പർഗോള എന്ന് പറഞ്ഞത് എന്തിനുണ്ടാക്കുക? മൾട്ടിവുഡിലല്ലേ, മൾട്ടിവുഡിൽ ഇങ്ങനെ ഉണ്ടാക്കുക. അപ്പോൾ ഈ കോണി ഇങ്ങനെ കയറി വരുമ്പോൾ ഇതിങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ആ മൾട്ടിവുഡിനുള്ളിൽ കത്തുമല്ലേ, ലൈറ്റ് കത്തുമല്ലേ? ആ, നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ അങ്ങനെ പ്ലാന്റാണ്. ഇത് ഒരു ബെഡ്റൂം ഉണ്ട്. അതിനൊക്കെ പണികൾ. ഇതാണ് സുര. ഹായ് സുരേ. ഇത് എല്ലാം നമ്മളെ ഇലക്ട്രീഷ്യൻ കേട്ടോ. അതുകൊണ്ട് ഇവിടെയൊക്കെ പടാപ്പാട്ട് പരിപാടികളാണ്. ഇതൊരു ബാത്റൂമിലുള്ള ഇതൊക്കെ പണികളൊക്കെ പ്ലംബിങ് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് കിച്ചൺ, ഇതൊരു വർക്ക് ഏരിയ. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ വാർത്തിട്ട് ഇവിടെ ഒരു സ്ലാബ് ഇട്ടിട്ട് അതിൽ പാത്രം കഴുകാനൊക്കെ ആയിട്ട് പുറത്ത് ഇവിടെ ഒരു കിച്ചൺ സ്ലാബുണ്ട്. ഇത് പുറത്തെ വർക്ക് ഏരിയയിലാണ്. മീനും പരിപാടിയൊക്കെ ഉണ്ടാക്കാൻ ഇവിടെ വെച്ചിട്ടുണ്ടാക്കാം. സ്മെല്ലൊന്നും അങ്ങോട്ട് വരില്ല. ഇതിവിടെ ബാക്ക് സൈഡ് നമ്മളെ കക്കൂസിൻ്റെ ടാങ്ക് കൊടുന്ന് വയ്ക്കും. വലിയ പൈപ്പൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇതാണ് ബാക്ക് സൈഡ്. ഇത് ഇവിടെ ഒരു പുറത്തൊരു ബാത്റൂം, അത് ആ ബെഡ്റൂമിൽ നിന്നുള്ള ബാത്റൂം. ഇതൊരു ബെഡ്റൂം, അതിൻ്റെ ബാത്റൂമാണ് നേരത്തെ കണ്ട പോലെ. ഇത് കോണിച്ചോടിൽ ഇൻവേർട്ടറും അങ്ങനെ കാര്യങ്ങളൊക്കെ ഇവിടെ വയ്ക്കാം. നമ്മളങ്ങനെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ വാർപ്പിൻ്റെ തട്ട് കടിച്ചിരുന്നു. പണ്ടൊക്കെ മുട്ടും പലകയും കൊണ്ടൊക്കെ അടിച്ചിരുന്ന അതൊക്കെ മാറി, കാലം മാറി. കണ്ടില്ലേ, വളരെ സിമ്പിൾ. മുട്ട് വേണ്ട, വലക വേണ്ട, ഒന്നും വേണ്ട. ഇങ്ങനെ വ്യൂ വെച്ചിട്ട് ഷീറ്റ് ഇടുകയാണ്. അല്ലേ, ഇരുമ്പിൻ്റെ ഷീറ്റുകൾ മുകളിലിടും. ഇതൊരു ബെഡ്റൂമാണ്. ഇവിടെ ഒരു ബാത്റൂമുണ്ട്. ഇവിടെ ഒരു ബാത്റൂം, ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ. ഇത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബാൽക്കണി, പുറത്ത് കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ പറ്റുന്ന അവിടെ ഒരു പർഗോട്ടുണ്ട്. ബാൽക്കണി. ഇത് നമ്മൾ സ്കൂട്ടർ അവിടെ വെക്കണം. നമ്മൾ ഇലക്ട്രീഷ്യനും ബ്രദറോടെ സത്താൻ പറഞ്ഞൊക്കെ ഉണ്ട്. ഇനി നമുക്ക് മുകളിലേക്ക് കയറാം. പൂര കൽക്കത്ത ആദ്മി ഇവിടെയൊക്കെ ഇതൊരു എന്താ, ഇവിടെയൊക്കെ ഇതൊക്കെ കെട്ടി റെഡിയാക്കി ഒക്കെ പടാപ്പെട്ട പരിപാടിയാണ്. അപ്പോൾ നമ്മൾ വാർക്കാനായിട്ട് ഒരു ഇത് തന്നെയാണ് കാരണം. നമുക്ക് മുകളിലേക്ക് കയറി നോക്കാം. നമ്മളെ തടി വെച്ചിട്ട് ഇതെല്ലാം കമ്പി വാർപ്പ്
ഇത് മുകളിൽ രണ്ടാമത്തെ സെക്കൻഡ് ഫ്ലോറിൻ്റെ വാർപ്പ് വളരെ കുറച്ചുള്ളൂ, കാരണം ഓപ്പൺ ടെറസ് കൂടുതലാണ്. ഉണ്ടല്ലോ ഓപ്പൺ ടെറസ് ഇഷ്ടംപോലെ ഉണ്ട്. ചെറിയ വാർപ്പാ, അതില്ല. പൈപ്പൊക്കെ ഇട്ട് കഴിഞ്ഞ് ഉണ്ട്, ഇലക്ട്രിക് പൈപ്പ് ഇട്ടു. നല്ല വെയിലാണ്. ഇനി ഇറങ്ങി പോകുമ്പോഴാണ് പണി. കയറുമ്പോൾ നമ്മൾ ഭയങ്കര കയറായിട്ട് കയറി ഇനിയും പോകും. ഇറങ്ങാൻ നല്ല പണാണ്. തടി കൂടിക്കഴിഞ്ഞാലേ ഒക്കത്തിനും വലിയ പണിയാണ്. കൊല്ലുങ്ങളുണ്ടില്ലേ. നമുക്കിന്ന് വാർപ്പ് കാണാം. ഇവരൊക്കെ ഇപ്പോൾ സജീവ റെസ്റ്റിംഗ് ആണ്. ഇത് കഴിഞ്ഞപ്പോൾ തുടങ്ങുക ഈ പരിപാടികൾ. ഇവർക്ക് വാർപ്പ് കഴിഞ്ഞാൽ അവർക്ക് സംഭവം ചില സെറ്റപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. ഒക്കെ റെഡിയാണ് അല്ലേ? വാർപ്പ് കഴിഞ്ഞാൽ പൊളിക്കുന്നു ഒരു ഇലക്ട്രീഷ്യൻ. ഇതൊക്കെ ഇലക്ട്രിക് ഇതാ രവേട്ടനെ വിളിക്കണം. അപ്പോൾ ഇതാണ് പരിപാടികൾ. അപ്പം നമുക്ക് ഇനി ഇതിൻ്റെ ഇതൊന്ന് കാണിച്ചു തരാം. ഇവിടെ നമ്മൾ ഇപ്പം ഞാനൊക്കെ എൻ്റെ വീടൊക്കെ പണിയുമ്പോൾ നമ്മൾ വെറുതെ നമ്മൾക്ക് ഡിസൈനൊന്നും ഇല്ലാതെ ഇങ്ങനെ ശരിക്കും തന്നെ പ്ലാനായിട്ട് വരഞ്ഞ് ഒന്നും ചെയ്തിട്ടില്ല. അതുണ്ടല്ലേ, അപ്പോൾ ഇവിടെ ഒരു ബോക്സ്, പിന്നെ ഇതാ ഇവിടെ ഇതൊരു ബോക്സ്, അവിടെ ആറ്റത്തിന് കെട്ടും. എന്നിട്ട് ഇവിടെ ഒരു ബോക്സ്. ഇതിൻ്റെ പ്ലാൻ ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇനിയിപ്പോൾ ആ മുകളിൽ കണ്ടില്ല, അവിടുന്ന് ഒരു കിരീടം പോലെ അവിടെ ഉണ്ടാക്കുന്നുണ്ട്. അതെന്താണെന്നാ അതിനുള്ള അതാണ് അവിടെ തയ്യാറായി കൊണ്ടിരിക്കണം. അങ്ങനെ കുറച്ച് ഭംഗിയിലാണ്. നമുക്ക് കാണുമ്പോൾ നല്ല ഷോ ഉണ്ടാവും. വീട് വെറുതെ ഡിസൈനില്ലാതെ പണിത് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല. ഒറ്റ നോട്ടത്തിൽ നല്ല ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പണി കഴിഞ്ഞാൽ അത് ഈ പ്ലാനിൽ കാണുന്ന പോലെ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. കൊച്ചു വർക്കുകൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ വീട് ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ മെയിൻ സാധനം എന്താണ്? എന്തിനാ അടിച്ച പൊട്ടിക്കാണ് അന്റെ ഈ കൊണ്ടുവരുന്ന സാധനം? അപ്പൊ സംശയിക്കാം. ഇത് ഒരു പുതിയ സാധനം കേട്ടോ, ഒരു പുതിയ മോഡൽ. അത് നല്ല ഉറപ്പാന്നൊക്കെയാണ് പറയണത്. യമണ്ടൻ സാധനം. ഇത് എത്ര ഫ്ലഷ് ആണ്? 25 ഫ്ലഷ്. 25 ഫ്ലഷ് അടിച്ചാൽ ഇത് അറിയും അല്ലേ? 26ാമത്തെ ഫ്ലഷ് അടിക്കാൻ പറ്റില്ല. അതെ. അപ്പൊ 26 ആള് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു. പാടത്തേക്ക് ഇറങ്ങണം. അതെ, 30 വരെ. ഓക്കെ. 25 to 30 ഫ്ലഷ് ആണ്. ഇതാണ് ഇതിന്റെ വീഡിയോ ഇതാണ്ട. ഇതിന്റെ പ്രൊമോഷൻ അല്ല കേട്ടോ. സെൽടെക് പ്രീമിയം അടിപൊളി സാധനമാണ്. ഭയങ്കര ഉറപ്പാണ്, പൊട്ടില്ല, ലീക്കാവില്ല. ബൊമ്പ സാധനമാണ്. ഇതെന്താ വില? എൻ്റെ വില 15,000 റുപ്യ കേട്ടോ വില. ഇത് കുഴി നമുക്ക് വേറെ വളരെ ഈസിയായിട്ട് കൈകാര്യം ചെയ്യാം. വേണ്ട 2 ആൾ തൂക്കി പിടിച്ച് കൊണ്ടുപോയി വെച്ച് ഫിറ്റ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് കൈകാര്യം ചെയ്യാം. അത് പോയിട്ട് ബാക്ക് കൂടെ ആക്കിയാൽ മതി. ഇവരൊക്കെ നമ്മളെ നാട്ടുകാരാണെങ്കിൽ എത്ര കൊണ്ടുപോകും? വലിയ ചട്ടിയിൽ 1, 2, 3 എണ്ണം കൊണ്ടുപോകണം. நான் முதல்ல சொல்லிவிட்டேன் அந்த தாഴ്ച പോരാ. കറക്റ്റാ? പഴയ തെങ്ങുകുറ്റി ഒക്കെ കടത്തി വിടാട്ടാ.
ആ ആ ഉഷാറാക്ക് ഉഷാറാക്ക് അല്ല ചെയ്യാം. നിറച്ച് ഉറുമ്പ. ഇതെന്തിനു വിറകാക്കാനോ? ഒരു 800 എന്നായില്ലേ? അല്ലേ ഇവനായോണ്ട് 800 റുപ്യ എന്നായി. 800 എന്നായി. ആ തെങ്ങിനൊക്കെ പല വിലയാടോ. വിറകൊക്കെ ഇപ്പതേ ക്യാമറാമാൻ വരുന്നുണ്ടല്ലോ. ക്യാമറമാൻ വരുന്നുണ്ട്. ആരാ 2.5 മണല് 4 കൊട്ടം പറ്റില്ല. ആ അര ചാക്ക് സിമെന്റ് 2.5 മണല് 4 കൊട്ടം മഴ. ആ ഒരു ചാക്കില് ആ അര ചാക്കില് 2.5 ചാക്ക് മണല് 4 ചാക്ക് മെറ്റൽ 4 കൊട്ടം മെറ്റൽ. അതാണ് കൂട്ട്. നമ്മൾ ഈ വീട് പണി തുടങ്ങിയിട്ടേ 2 മാസം ആവണല്ലോ കേട്ടോ. അതിന് മുമ്പ് നമുക്ക് 2-4 വർക്കാറായി. പിന്നെ നമ്മുടെ പ്ലംബിങ് വയറിങ് വർക്ക് അതിൻ്റെ ബേസ് വർക്കൊക്കെ ഒരുവിധം തീർന്നു. ഇനി മുകളിൽ ചെയ്യാണ്ട് ഇത്രയായിട്ട് ഫാസ്റ്റായിട്ടുള്ള വർക്കാണ്. ഇതുപോലെ പെട്ടെന്ന് വീട് പണി തീർക്കേണ്ട ആൾക്കാരുണ്ടെങ്കിൽ വിളിച്ചോ. നമ്മളടുത്ത് അതിനെ പറ്റി എല്ലാ ആൾക്കാരും ഉണ്ട്. കെട്ടി വാർപ്പ് ആണെങ്കിൽ അങ്ങനെ, ഇനി നല്ല മൊത്തത്തിലാണെങ്കിൽ അങ്ങനെ, എല്ലാ തരത്തിലും നമ്മൾ കോൺട്രാക്ട് വർക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ ഏത് തരത്തിൽ വേണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് പണം കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് വീട് പണി ചെയ്ത് വീട്ടിലേക്ക് കയറാം. നമ്മളത് ACC സിമെൻറ്റാണ് ഉപയോഗിക്കുന്നത്. നല്ല കണ്ടോളൂ, ACC സിമെൻറ്റ്, നല്ല സിമെൻറ്റ് ഉപയോഗിക്കുന്നത്. அண்ணாச்சி நான் கக்கூஸ் குழியெல்லாம் சரியாச்சா? இந்த அண்ணாச்சி தான் எல்லாம் சரி பண்ணி கொடுக்குறேன். കുഴിയൊക്കെ കറക്റ്റാന്ന് പറഞ്ഞു കേട്ടോ. താഴ്ച കറക്റ്റാണ്. ഇതിൻ്റെ പൈപ്പ് കണക്ഷനൊക്കെ കൊടുക്കണം. നമ്മളെ ഇന്നോവകളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ മാനുവൽ ഇന്നോവ 2015. അത് നമ്മുടെ ക്രിസ്റ്റ, നമ്മുടെ ഡൽഹിയിൽ നിന്ന് വരുന്ന വണ്ടി. ഇപ്പോൾ നമ്പർ 9 ഇന്നിപ്പോൾ നമ്പർ ഇന്ന് കിട്ടും. നമ്പറായിട്ട് കാണിക്കാം. അതിൽ റിവ്യൂ ഉണ്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. വാർപ്പ് കഴിഞ്ഞു അല്ലേ? നമ്മളെ വാർപ്പ് ഫിനിഷ്. ഇതാണ് വാർപ്പിൻ്റെ മെയിനാണ്. ലെവലിംഗ് മാൻ. അവിടുത്തെ കുഴിയുണ്ടോ? ഇങ്ങനെ നമ്മളെ മുകളിലെ വാർപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ഈ ഒരു റൂം മാത്രം നിലം കോൺക്രീറ്റ് ബാക്കിയുണ്ട്. അത് ഇതിന് കൂടെ തന്നെ ചെയ്യണം. കൂടെ തന്നെ അതുകൂടെയാണ് ചെയ്യുന്നത്. നിലം കോൺക്രീറ്റ് ഒരു ബാത്റൂമിൻ്റെ നിലം കോൺക്രീറ്റ് കൂടി തീർക്കുകയാണ് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ.
ഇവിടെ ഇനി ബാക്കിയുണ്ടായിരുന്നു 2 ബാത്റൂമിൻ്റെയും പിന്നെ മെയിൻ ഹാളിൻ്റെയും മാത്രമേ ഇനി കോൺക്രീറ്റ് ബാക്കിയുള്ളൂ. അതും കൂടി ഇപ്പോൾ തന്നെ അതിനോടാണ് ചെയ്യുന്നത്. ഒന്നാം നില വാർപ്പ് കഴിഞ്ഞപ്പോഴേ നമ്മൾ ഒരുവിധം റൂമിൻ്റെ ഒക്കെ നിലം കോൺക്രീറ്റ് കഴിഞ്ഞിരുന്നു. പിന്നെ ബാത്റൂമുകളുടെയും ഈ മെയിൻ ഹാളിൻ്റെയും മാത്രമേ നിലം കോൺക്രീറ്റ് ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അതിപ്പോൾ ഈ മുകളിലെ വാർപ്പ് സെക്കൻഡ് വാർപ്പ് 2ാം നില വാർപ്പ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ അതുകൊണ്ട് ചെയ്തു. അങ്ങനെ നിലം ഇത് രണ്ടും ഒരുമിച്ച് നിലം കോൺക്രീറ്റിൻ്റെ പരിപാടിയും കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മളിത് വാർപ്പ് പൊളിച്ച് ഒരു 5 ദിവസം കഴിഞ്ഞ് പൊളിച്ചാൽ അതിനൊപ്പം തന്നെ തേപ്പ് പരിപാടി തുടങ്ങും. അങ്ങനെ പടാപ്പട്ടാണ് പരിപാടികൾ. നമ്മളൊരു ഫ്രണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ടല്ല, ഇവിടുത്തെ ഇലക്ട്രീഷ്യനാണ് ഫ്രണ്ടുമാണ്. ഇതുണ്ടല്ലേ മുടിയൊക്കെ വെച്ച് സെറ്റപ്പ് ആക്കി ചുള്ളനായി വന്ന നമ്മളെ പോലെ പെട്ടായിരുന്നു. എവിടെ പോയി? കോയമ്പത്തൂർ, പാലക്കാട്. ഏതാ? എയറോക്രാഫ്റ്റ്. അവർക്കൊരു പരസ്യം ആയിക്കോട്ടെ. എയറോക്രാഫ്റ്റ് പോയി ചെയ്തത്. അപ്പം നമ്മൾ ഇതേപോലെ ഒന്ന് ചെയ്യണം. നമ്മളെ പ്രായത്തിലൊക്കെ ചെയ്താൽ ശരിയാവുമായിരിക്കും അല്ലേ? ഇതിപ്പോ എത്ര ദിവസമായി? ഇപ്പൊ ഇത് 6 മാസം. ആദ്യം വന്നിട്ട് ഒന്ന് കൊഴിഞ്ഞു പോയി അല്ലേ? ഇപ്പൊ രണ്ടാമത് 4 മാസം വരെ ഷെഡിങ് പീരീഡ്. അതെ, 4 മാസം കഴിഞ്ഞ പിന്നെ ഗ്രോത്ത് ആവാൻ തുടങ്ങും. ചുള്ളനായി ഫുള്ളായിട്ടില്ല. എമ്മി എല്ലാരും പറയുന്നുണ്ട് പ്രായം കുറഞ്ഞു. അത് മോത്താൻ നല്ല വ്യത്യാസം വന്നേ. ചൊട്ടായിരുന്നു കേട്ടോ, പെട്ടായിരുന്നു. അത് ഒക്കെ മാറി ഉഷാറായി, ചുള്ളനായി. എത്ര ചിലവായി? നമുക്കിപ്പോ അത് ഗ്രാഫ്റ്റിന് അനുസരിച്ചിട്ടാണ്. പിന്നെ നിനക്ക് എത്ര എണ്ണം നട്ടു? എനിക്ക് ടോട്ടല് 3,200. അതിന് എത്ര ചിലവായി മൊത്തം? എനിക്ക് ഓഫർ റേറ്റ് ഉണ്ടായിരുന്നു 65 ഓഫർ റേറ്റ്. 65. അത് അവരുടെ ഇത് മാത്രം. പിന്നെ നമ്മുടെ മെഡിക്കൽ ടെസ്റ്റുകളൊക്കെ നമുക്ക് സെപ്പറേറ്റ് വരിക. അത് വേറെയും വരും. ഫസ്റ്റ് നമുക്ക് ഒരുപാട് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ പാടെ വരും. 75 വരും. വേറെ കുളിയാണേ. കുളിസീൻ അടുത്തായി. കുളിസീൻ നമ്മളെ ആൾക്കാരുടെ കുളിസീനാണ് കേട്ടോ. ഇനി കുളി ജപ്പൊക്കെ വൃത്തിയാക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി ഇവരൊരു ബിരിയാണി തീറ്റുണ്ട്. ബിരിയാണി വന്നില്ല ഇവരെ? ബിരിയാണി വന്നുകൊണ്ടിരിക്കണം. ബിരിയാണി തീറ്റയും കൂടി കഴിഞ്ഞാൽ ഇവരെ പരിപാടി കഴിഞ്ഞു. ഒരു നീണ്ട സമയത്തായി. ഇപ്പൊ സമയം 4:45. രാവിലെ തുടങ്ങിയാണ്. എല്ലാം കൂടി പരിപാടി ഉഷാറായി. ഇതേ കുളിയും ജപ്പവും പരിപാടിയൊക്കെ വൃത്തിയാക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞു. നീ മിഷൻ വിടുന്നാണ്ട് ഇറക്കണം കേട്ടോ. പണിയാണ്. പോട്ടെ കൊഞ്ചമാ. ബിരിയാണി വന്നു. ബിരിയാണി വന്നു. ഒരു ബിരിയാണി തീറ്റാണ് കേട്ടോ. വാർപ്പും കഴിഞ്ഞ് എല്ലാവരും എല്ലാവരും പണി മാറ്റി പോവാണ്.